നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാഷൻ ഫ്രൂട്ട് കൊണ്ട് ഒരു സ്ക്വാഷ് ആണ്. ഏത് ഫ്രൂട്ടിന്റെ സ്ക്വാഷ് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഈ പാഷൻ ഫ്രൂട്ടിന്റെ സ്ക്വാഷ് ഉണ്ടാക്കുക. വളരെയധികം എളുപ്പത്തിൽ ഉണ്ടാക്കാം. ഇത് പാഷൻ ഫ്രൂട്ടിന്റെ ഗുണങ്ങളെ പറ്റി പറയേണ്ട ആവശ്യമില്ല. അത്രയധികം ഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ടാണ് പാഷൻ ഫ്രൂട്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു സ്ക്വാഷ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുകയും ചെയ്യും. നല്ലൊരു എനർജി ഡ്രിങ്കുമാണ്. അപ്പോൾ നമുക്ക് പാഷൻ ഫ്രൂട്ടിന്റെ സ്ക്വാഷ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. ഇതിപ്പോൾ സന്ധ്യ ആയിട്ടുണ്ട്. പാഷൻ ഫ്രൂട്ട് പറിക്കാനായിട്ട് ഞാൻ ടെറസിലേക്ക് കയറുകയാണ്. ഇപ്പോൾ ഫ്ലൈറ്റ് പോകുന്നുണ്ട്. പാഷൻ ഫ്രൂട്ടിൻ്റെ ചെടി താഴെയാണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ വള്ളി മേലോട്ട് ഒരു കയറ് കെട്ടി കയറ്റി കൊടുത്തതാണ്. നമുക്കിത് പാഷൻ ഫ്രൂട്ട് പറിക്കാനായിട്ട് പോവാം. പുറമേ നിന്ന് കാണുന്നില്ലെങ്കിലും ഉള്ളിലുണ്ട്. ഇതാ ഒരെണ്ണം ഒളിച്ചിരിപ്പുണ്ട്. ഞാൻ പറിക്കുകയാണ്. അതുപോലെ തന്നെ ഇതെല്ലാം ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഉണ്ട്. ഇത് ഒരുപാടുണ്ടായിരുന്നു ആദ്യം. ഇപ്പം ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ സീസൺ കഴിഞ്ഞ് ഇപ്പോൾ കുറച്ചേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഇത്രയൊന്നും എല്ലാം ഉണ്ടായിരുന്നു, ഒരുപാടുണ്ടായിരുന്നു. അതെല്ലാം പറിക്കട്ടെ. ഇപ്പോൾ പിന്നെയും ഫ്ലൈറ്റ് പോകുന്നുണ്ട്. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ലാൻഡിങ് റൂട്ടാണ്. അതുകൊണ്ടാണ് എപ്പോഴെപ്പോഴും ഫ്ലൈറ്റ് പോയിക്കൊണ്ടേയിരിക്കും. ഇവിടെ പ്രായമുള്ളവരൊക്കെ വന്നു കഴിഞ്ഞാൽ കൊച്ചു കുട്ടികളെ പോലെ ആവും. ഫ്ലൈറ്റ് കാണുമ്പോഴത്തേക്ക് ഓടിപ്പോയി പുറത്ത് പോയി നോക്കുകയൊക്കെ ചെയ്യും. ഇത്രയാണ് ഇന്ന് പറിച്ചു വെച്ചിട്ടുള്ള പാഷൻ ഫ്രൂട്ട്. ഇനി ഇതുകൊണ്ടാണ് നമ്മൾ സ്ക്വാഷ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഇനി നമുക്ക് പഞ്ചസാര പാനിയാക്കാൻ വെക്കാം. അതിന് വേണ്ടിയിട്ട് 1 കിലോ പഞ്ചസാരയാണ് ഇടുന്നത്. 1 കിലോ പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3/4 ലിറ്റർ വെള്ളമാണ് ഒഴിക്കുന്നത്. നമുക്കിത് കത്തിച്ചു കൊടുക്കാം. ഇതിങ്ങനെ ഒരുപാട് ഇളക്കിക്കൊണ്ട് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇടയ്ക്കൊന്ന് ഇളക്കിയാൽ മതി. പഞ്ചസാര നന്നായിട്ടൊന്ന് അലിക്കണം. ഇതിപ്പോൾ ഞാൻ ഇതിൽ നാരങ്ങ നീരാണ് പുളിക്ക് വേണ്ടിയിട്ട് ചേർക്കുന്നത്. ഇപ്പോൾ ആർട്ടിഫിഷ്യലായിട്ട് സിട്രിക് ആസിഡ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. പാക്കറ്റിൽ ഒരു ക്രിസ്റ്റൽ പരുവത്തിലാണ് ഉണ്ടാവുക. ഇപ്പോൾ നമ്മൾ ഒരുപാടൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ, ബൾക്കായിട്ട് ഉണ്ടാക്കുകയും വിൽക്കാനൊക്കെ ഉള്ള ആവശ്യത്തിന് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ സിട്രിക് ആസിഡ് എടുക്കുകയാണ് നല്ലത്. അപ്പോൾ അത് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ 1 കിലോ പഞ്ചസാരയ്ക്ക് 2 ടീസ്പൂൺ സിട്രിക് ആസിഡ് എടുത്താൽ മതി. പഞ്ചസാരയും വെള്ളവും കൂടെ വെക്കുന്ന സമയത്ത് തന്നെ സിട്രിക് ആസിഡ് 2 ടീസ്പൂൺ ഇട്ടിട്ട് തിളപ്പിച്ചാൽ മതി. ചെറുനാരങ്ങ നീര് ഞാൻ അവസാനമാണ് ഒഴിക്കാറ്. നമുക്ക് പാഷൻ ഫ്രൂട്ടിൽ നിന്ന് പൾപ്പെടുക്കാം. കട്ട് ചെയ്യാനായിട്ട് ഞെട്ടുള്ള ഭാഗമില്ലേ, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് കട്ട് ചെയ്യേണ്ടത്. ഈ ഭാഗത്തു നിന്ന് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു വെളുത്ത ഒരു സാക്ക് ഉണ്ട്, ഒരു പാട പോലത്തെ ഒരു സബ്സ്റ്റൻസ് ഉണ്ട്. അപ്പോൾ അതും കൂടെ നമ്മൾ ഇളകി ഇങ്ങ് പോരും. പൾപ്പ് മാത്രമായിട്ട് കിട്ടില്ല. അതുകൊണ്ടാണ് ഈ പോർഷൻ നമ്മൾ കട്ട് ചെയ്യുന്നത്. പോർഷൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു സ്പൂണ് വെച്ച് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പൾപ്പെടുക്കാം. ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് സ്പൂൺ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് തിരിക്കുമ്പോഴത്തേക്കും അതിൻ്റെ പൾപ്പ് മാത്രമായിട്ട് നമുക്ക് കിട്ടും. ഇപ്പം അതിൻ്റെ ഉള്ളിലത്തെ സാക്ക് അങ്ങനെ തന്നെ ഉണ്ട്. നല്ല സ്മെല്ലാണ് ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പിന്. കണ്ടതിപ്പോൾ ഫുൾ എടുത്തിട്ടുണ്ട് ഞാൻ. ഇതിൻ്റെ ജ്യൂസ് നമുക്കൊരു 1/2 ലിറ്ററോളം വേണം. അപ്പോൾ അതിനനുസരിച്ചാണ് എടുക്കുക. ഇപ്പോൾ ഇതിനകത്ത് ഒരു വൈറ്റ് കവറിങ് ഉണ്ട്. ഇതാണ് അതിൻ്റെ കവർ. ഇത് ശരിക്കും നമ്മൾ ഇങ്ങനെ പൊളിച്ചതുകൊണ്ടാണ് അത് ഇളകി വരാതെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ നടുഭാഗം അങ്ങ് കട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഈ പോർഷൻ കട്ട് ചെയ്യുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതും കൂടെ അതിൻ്റെ കൂടെ അങ്ങ് ഇളകി വരും. ഇതുണ്ടോ? ഇനി ഇതുപോലെ എല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് പൾപ്പെടുത്ത് വെക്കട്ടെ. ഇപ്പം പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിത്ത് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഞാൻ ഓഫാക്കാൻ പോവാണ്. അപ്പം അതിന് മുമ്പ് ചെറുനാരങ്ങയുടെ നീരാണ് പുളിക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത്. വീട്ടിൽ തന്നെ ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മൾ ചെറുനാരങ്ങ നീരാണ് എടുക്കുന്നത്. ഞാൻ ഓഫാക്കിയിട്ടുണ്ട്. ചെറുനാരങ്ങ നീരൊഴിച്ചു. ഇതിപ്പം 2 ചെറുനാരങ്ങ ആണ് എടുത്തത്. 3 ടേബിൾ സ്പൂൺ നാരങ്ങ നീരുണ്ട്. ഈ ചെറുനാരങ്ങ നീര് ഒഴിക്കുന്നത് നമ്മൾ പാഷൻ ഫ്രൂട്ടിന് ചിലത് നല്ല പുളിയായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചെറുനാരങ്ങയുടെ അളവ് കുറച്ച് കുറയ്ക്കണം. ഇതിപ്പോൾ ഇവിടുത്തെ പാഷൻ ഫ്രൂട്ടിന് നല്ല മധുരമുള്ളതാണ്. പുളി അത്രയധികം കൊണ്ട് പുളിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പുളി കുറച്ച് കൂട്ടിയിട്ടാണ് എടുക്കേണ്ടത്. അപ്പോൾ ഞാനൊന്ന് പുളി ഒന്ന് നോക്കട്ടെ. പുളിയുണ്ട്, അത്യാവശ്യം പുളിയുണ്ട്. നമുക്ക് ഇതിലേക്ക് 1 നുള്ള് ഉപ്പിട്ടിട്ടുണ്ട്. ഉപ്പിടണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഞാൻ എന്ത് മധുരം ഉണ്ടാക്കുമ്പോഴും അതിൽ ഉപ്പിടാറുണ്ട്. ഒരുപാടായി പോകരുത്. നന്നായിട്ടൊന്ന് തണുക്കണം. ഇത് നന്നായിട്ടൊന്ന് തണുക്കണം. തണുത്തതിന് ശേഷമാണ് നമ്മൾ ജ്യൂസുമായിട്ട് മിക്സ് ചെയ്യേണ്ടത്. ഇപ്പൊ ഞാൻ 18 പാഷൻ ഫ്രൂട്ട് പൾപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. 1/4 ലിറ്ററോളം പൾപ്പാണുള്ളത്. നമ്മൾ അടിച്ചെടുക്കുമ്പോഴത്തേക്കും 1/2 ലിറ്റർ ജ്യൂസ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചിട്ടുണ്ട്.
ഇനി നമുക്ക് ഇതിന്റെ ജ്യൂസ് എടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്താൽ മാത്രം മതി, കാരണം അതിൽ കുരു അടിഞ്ഞു പോകാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് ഞാനൊന്ന് വിപ്പ് ചെയ്തിട്ട് എടുത്തിട്ട് വരട്ടെ. ഇതിപ്പോൾ 3 പ്രാവശ്യം വിപ്പ് ചെയ്ത് എടുത്തതാണ്. മിക്സിയുടെ പ്രസ് ചെയ്യുന്ന ബട്ടൺ ഇല്ല, അത് വെച്ച് 3 പ്രാവശ്യം പ്രസ് ചെയ്താൽ മതി. നമുക്ക് അരിച്ചെടുക്കാം. അപ്പൊ ശരിക്കും നമ്മൾ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഈ മിക്സിയുടെ ജാറിലും ഈ പാത്രത്തിലും അരിപ്പയിലൊന്നും ഒട്ടും വെള്ളം ഇല്ലാതെ ശ്രദ്ധിക്കണം. ഇപ്പം കുറെ ജ്യൂസ് അങ്ങ് പോയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മളിതിങ്ങനെ പ്രസ് ചെയ്ത് ആക്കണമെന്നില്ല. ഇതൊന്നുകൂടെ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് 2 പ്രാവശ്യം കൂടെ ഒന്ന് വിപ്പ് ചെയ്യും. അതുകൂടെ വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വെള്ളം ഒന്നും ഒഴിക്കരുതേ. ഇനി ഒന്നുകൂടെ പ്രസ് ചെയ്ത് കൊടുത്താൽ കുറച്ചും കൂടെ നന്നായിട്ട് ഇതിൻ്റെ ജ്യൂസ് കിട്ടും. അപ്പം ശരിക്കും നന്നായിട്ട് ജ്യൂസ് മുഴുവൻ എടുത്തിട്ടുണ്ട്. ഇതുണ്ട്. ഇപ്പം ഇതിൻ്റെ കുരു ഒന്നും അടിഞ്ഞു പോയിട്ടില്ല, കുരു അങ്ങനെ തന്നെ കിടപ്പുണ്ട്. ഇതിപ്പം ഇത് 1/2 ലിറ്റർ ജ്യൂസാണുള്ളത്. ഇതിപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട് പഞ്ചസാര പാനി. നമുക്കൊന്ന് അരിച്ചെടുക്കാം. അത് ചെറിയ പൊടിയൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് അരിക്കുന്നത്. നമുക്ക് ജ്യൂസ് ഈ പഞ്ചസാര പാനിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്യാം. തണുത്തതിന് ശേഷം വേണം ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യാനായിട്ട്. ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. കണ്ട് എത്ര പെട്ടെന്ന് നമ്മൾ സ്ക്വാഷ് തയ്യാറാക്കിയത്. ഇത്രയേ ഉള്ളൂ സ്ക്വാഷ്. ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കളറൊക്കെ ചേർക്കാം. ഞാൻ പക്ഷെ കളറൊന്നും ചേർക്കുന്നില്ല. കളർ ചേർക്കുകയാണെങ്കിൽ ഇപ്പോഴാണ് ഇതൊക്കെ ചേർക്കേണ്ടത്. കുറേ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ചീത്തയാവാതിരിക്കാൻ വേണ്ടിയിട്ട് പൊട്ടാസ്യം മെറ്റാബൈസൾഫേറ്റ് ആണ് ചേർക്കാറ്. അത് ഒരു നുള്ളേ ചേർക്കാവുള്ളൂ. ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ അതിനൊരു വല്ലാത്ത കുത്തലായിരിക്കും. പിന്നെ അത് കഴിക്കുന്നത് അത്ര നല്ലതല്ല. അതുകൊണ്ട് ഞാൻ അതൊന്നും ചേർക്കാറില്ല. ഇതിപ്പോൾ ഏകദേശം 1.5 ലിറ്റർ സിറപ്പാണുള്ളത്. ഇത് നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള കുപ്പിയിൽ അടച്ചിട്ട് ഒഴിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി. കുറച്ചു കാലം കേടുകൂടാതെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. നമുക്ക് സ്ക്വാഷ് എടുക്കാം. 1/4 ഗ്ലാസ്സാണ് ഇതെടുക്കുന്നത്. നമുക്ക് ബാക്കി വെള്ളം ഒഴിച്ചു കൊടുക്കാം. തണുത്ത വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഐസ് ക്യൂബ് ഇടാം. നമ്മുടെ നല്ല ടേസ്റ്റുള്ള സ്ക്വാഷ് റെഡി ആയിട്ടുണ്ട്. ഒന്ന് ഇറക്കി കൊടുത്താൽ മതി. പഞ്ചസാരയൊന്നും ഇടേണ്ട ആവശ്യമില്ല. നിങ്ങൾ ടേസ്റ്റ് നോക്കിയിട്ട് പോരാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ സിറപ്പ് ഒഴിച്ചാൽ മതി. നിങ്ങൾ അതിനനുസരിച്ച് ഇപ്പോൾ ഏകദേശം ഒരു 1/4 ഗ്ലാസ് 1/4 സിറപ്പും ബാക്കി വെള്ളം ഒഴിച്ചാൽ കറക്റ്റ് ആയിരിക്കും എപ്പോഴും. നിങ്ങൾക്ക് നിങ്ങളുടെ പാഷൻ ഫ്രൂട്ടിൻ്റെ ആ പുളിപ്പിനനുസരിച്ചൊക്കെ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ സിറപ്പ് കൂടുതൽ ഒഴിച്ചെടുത്താൽ മതി. ശരിക്കും കുട്ടികൾക്കൊക്കെ നല്ലതാണ്. പാഷൻ ഫ്രൂട്ടിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഹോമിയോപ്പതിയിൽ ഒരു മെഡിസിൻ തന്നെയുണ്ട്, പാസിഫ്ലോറ എന്ന് പറഞ്ഞ മെഡിസിൻ. അത് ശരിക്കും നെർവ് ടോണിക് ആണ്. അപ്പം നെർവ്സിനൊക്കെ വളരെയധികം നല്ലതാണ് ഈ പാഷൻ ഫ്രൂട്ടിന്. ഇതിൻ്റെ ഗുണങ്ങൾ എത്രയധികം ഉണ്ട്, പറഞ്ഞാൽ തീരാത്ത അത്ര ഉണ്ട്. ഇത് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അറിയാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇതിപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഗസ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന സ്ക്വാഷ് ഒന്നും കൊടുക്കണ്ട. ഇതൊക്കെ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും, ഹെൽത്തിയാണ്. പിന്നെയാണെങ്കിൽ ഇതിൽ പ്രിസർവേറ്റീവോ കെമിക്കൽസോ ഒന്നുമില്ല. എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. കുറേ കൂടുതൽ ഉണ്ടാക്കാനാണെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞിട്ടില്ലല്ലോ എന്തൊക്കെ ആഡ് ചെയ്യേണ്ടത്, അതും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ പുറത്തൊക്കെ വിൽക്കാനൊക്കെ ആണെങ്കിൽ അത്രയധികം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതാണ് ബെസ്റ്റ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമല്ലോ. അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.